നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോഴാണ്, യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെ വിശ്വസിക്കുമ്പോഴാണ്. ഇന്നത്തെ ശാലോം സന്ദേശം പരിശുദ്ധാത്മാവ് നൽകുന്ന ദൂത് ഇതാണ്: യേശുക്രിസ്തുവിന് സകലത്തിൻ്റെ മേലും സർവത്തിൻ്റെ മേലും അധികാരമുണ്ട്. ആ അധികാരം ഞാൻ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രശ്നത്തിന്, ഞാൻ നേരിടുന്ന എൻ്റെ ഏറ്റവും വലിയ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം, അത്ഭുതകരമായ വിടുതൽ യേശുക്രിസ്തു മുഖാന്തരം സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദിനംതോറുമുള്ള പ്രഭാത സന്ദേശം അല്ല, നിങ്ങളുടെ അടുക്കൽ ഈ സന്ദേശം എത്തുന്ന എപ്പോഴാണ് നിങ്ങളിത് കേൾക്കുകയും അനേകർക്ക്, ഒത്തിരി പേർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് വരുന്ന ദൂത്: നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വിടുതലുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടിയുണ്ട്. എന്നാൽ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല നമ്മളതിനെ നേരിടാൻ പോകുന്നത്. വിശ്വാസത്താൽ നേരിടുന്നു, ക്രിസ്തുവിൻ്റെ വചനത്താൽ നേരിടുന്നു. യേശു ക്രിസ്തുവിനുള്ള അധികാരത്തെ നാം തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് അത് നേരിടുന്നു. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിലെ യേശു ക്രിസ്തുവിന് ദൈവം നൽകിയ അധികാരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനുള്ള അധികാരത്തെക്കുറിച്ച്, അതവൻ തൻ്റെ ജനത്തിന് നൽകുന്നതിനെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തമീതെ യേശുവിനെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. തൻ്റെ ശരീരമായ സഭയ്ക്ക് അവൻ പരിശുദ്ധാത്മാവിനെ കൊടുത്തിരിക്കുന്നു. തൻ്റെ ശരീരമായ സഭയ്ക്ക്, യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയ്ക്ക് അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ സർവത്തിനും മീതെ യേശുക്രിസ്തുവിനെ തലയാക്കി വെച്ചു, സർവത്തെ അവൻ്റെ കാൽ കീഴാക്കി വെച്ചു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ സർവ സൃഷ്ടികളും സർവ ചരാചരങ്ങളും സർവ ദൂതഗണങ്ങളും ഭൂതഗണങ്ങളും എല്ലാറ്റിനെയും യേശുക്രിസ്തുവിൻ്റെ കാൽ കീഴാണ് പിതാവായ ദൈവം ആക്കിയിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലെല്ലാം മടങ്ങും യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ, ഒരുപാട് പേര് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാറുണ്ട്, പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. വിളിക്കുമ്പം പലതും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാലും മെസ്സേജുകൾ അയക്കുന്നത് കേൾക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. മാനുഷികമായി നോക്കിയാൽ ഒരു അറുതിയില്ല, പരിഹാരം വരുത്താനുള്ള മാർഗങ്ങളില്ല, എളുപ്പ വഴികളൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: നിങ്ങളേത് വലിയ പ്രശ്നത്തിലാണെങ്കിലും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാൻ യേശുവിന് വളരെ നിസ്സാരമാണ്. നിങ്ങൾ ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുവിൻ്റെ അധികാരത്തെ വിശ്വസിക്കുക, അത് നിങ്ങൾ ഏറ്റുപറയുക. ഹല്ലേലൂയ. ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്: നിങ്ങൾ ധൈര്യമായിട്ട് പോവുക, എല്ലാ അധികാരവും എൻ്റെ കയ്യിലാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടുക. പിശാച് യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരിക്കൽ പരീക്ഷിച്ചു പറഞ്ഞതാണ്: ഈ ഭൂമിയിലുള്ള സകല മഹത്വം എങ്കിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, വീണ് നമസ്കരിച്ചാൽ അതൊക്കെ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ യേശു അതിനൊന്നും വഴങ്ങാതെ ദൈവത്തെ മാത്രം നമസ്കരിച്ച് ആരാധിക്കൂ, എൻ്റെ ആരാധനയുടെ വിഷയം വന്നാൽ എനിക്ക് ദൈവം മാത്രം മതി, ഈ ഭൂമിയിൽ ഒരു മഹത്വവും വേണ്ട, ഒരു വീടും ബംഗ്ലാവും സ്ഥലവും ഒന്നും വേണ്ട, എനിക്ക് ദൈവത്തെ ആരാധിക്കുന്നത് മതി എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നപ്പോൾ, അടുത്ത ദിവസം കവർന്നൂമിലെ പള്ളിയിലേക്ക് ചെന്നപ്പോൾ സാത്താൻ യേശുവിൻ്റെ കാൽക്കൽ വീണു. ഹല്ലേലൂയ. ഞാൻ ലൂക്കോസ് 4-ാം അധ്യായത്തിലെ കാര്യം പറയുന്നു. അപ്പൊ പിശാച് ആരാധന വിട്ട് കളഞ്ഞുകൊണ്ട് ഈ ലോകത്തെ നേടാൻ പോയാൽ ലോകവും ലഭിക്കുകയില്ല, ദൈവവും ലഭിക്കുകയില്ല. പക്ഷേ ഈ ലോകത്തെക്കാൾ വലുത് ദൈവമാണെന്ന് കണ്ട് ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമുക്ക് തരുന്ന ഭൗതിക സമൃദ്ധി ഉണ്ടാകും, സാത്താൻ നമ്മുടെ കാൽ കീഴാകുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഈ പ്രലോഭനത്തെ ജയിക്കണം. ഹല്ലേലൂയ. യേശു പറയാണ്: സ്വർഗത്തിലുള്ള അധികാരം എനിക്കാണ്. പിശാച് എന്നാ പറഞ്ഞത്? ഈ ഭൂമിയിലെ എല്ലാ മഹത്വം എങ്കിലും ഏൽപ്പിച്ചിരിക്കുന്നു. യേശു പറയുന്നു: അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുള്ള അധികാരം
എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി പോവുക. ഇവിടുത്തെ ഗവൺമെന്റോ ഇവിടുത്തെ സംവിധാനങ്ങളോ മിലിറ്ററിയോ സൈനികരോ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെയോ മക്കളെയോ അത്തരത്തിലുള്ള അധികാരത്തിൽ കാണാൻ പറ്റുന്ന ആളുകളല്ലെങ്കിൽ പോലും നമുക്കറിയാം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും പിശാചിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ദൈവത്തിന്റെ മക്കൾക്ക്, ശിഷ്യന്മാർക്ക് ദൈവം നൽകി. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകി. ആ അധികാരം ഉപയോഗിക്കുന്നവർ തന്നെയാണ്, അത് രോഗത്തിന്റെ മേലാകട്ടെ, ശാപങ്ങളുടെ മേലാകട്ടെ, ഏതൊക്കെ തകർച്ചകളുടെ മേലാകട്ടെ, ഏത് ഭൗതിക വിഷയത്തിലാണെങ്കിൽ പോലും വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ, കർത്താവ് പറഞ്ഞു നിങ്ങൾ വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ അത് അനുസരിക്കും. നിങ്ങളുടെ കാൽ കീഴാണ് സകലതും. ഹല്ലേലൂയ. അതുകൊണ്ട് മാറത്തില്ല എന്ന് നിങ്ങളൊരു കാര്യം പലരും പറഞ്ഞാലും നിങ്ങൾ ചിന്തിക്കേണ്ട. കർത്താവ് പറയുന്നു മാറും. ഹല്ലേലൂയ. ഇവിടെ പലരും പറയുന്നുണ്ട് മാറാത്തത് മാറുമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. ബാക്കിയുള്ളതൊക്കെ വെറുതെ പറയുന്നതാണ്. കർത്താവ് പറയുന്നു ഞാൻ മാറ്റും. മാറ്റം വരില്ലെന്ന് പറഞ്ഞതിനെ ഞാൻ മാറ്റും. കാരണം സർവ്വത്തിൻ്റെ മേലും അധികാരമുള്ളത് യേശുക്രിസ്തുവിനാണ്. നിങ്ങൾ നോക്കിക്കോണം, യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. നീ 17:2 നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന് മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നല്ലോ. യേശുവിന് സകല മനുഷ്യന്റെ മേലും അധികാരമുണ്ട്. ആമേൻ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണെന്നറിയാമോ? നിങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം, നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങളുടെ പല വിഷയങ്ങൾക്കും തടസ്സങ്ങളായി നിൽക്കുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഏതെങ്കിലും മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നന്മകളെ തടഞ്ഞിരിക്കുന്നതോ, അസൂയപ്പെട്ടിരിക്കുന്നതോ, ഉപദ്രവിക്കുന്നതോ, ഇനി ചില അധികാരികൾ നിങ്ങളുടെ മുന്നോട്ടുള്ള വഴികളെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു, ഇനി ചില ആളുകൾ നിങ്ങളെ പരിഗണിക്കുന്നില്ല, നിങ്ങളുടെ വിഷയത്തെ ന്യായമായി അംഗീകരിക്കേണ്ട വിഷയത്തെ ഉൾക്കൊള്ളുന്നില്ല. ഞാൻ പറയാം, സകല ജഡത്തിന് മേലും യേശുവിന് അധികാരമുണ്ട്. ആമേൻ. അവരേത് ദൈവത്തെ വിളിക്കുന്നവരാകട്ടെ, അവരാരെ ആരാധിക്കുന്നവരുമാകട്ടെ, സകലരുടെ മേലും, അവനാരെ ആരാധിച്ചാലും സകലരുടെ മേലും യേശുക്രിസ്തുവിന് അധികാരമുണ്ടെന്നാണ് ഈ വചനം പറയുന്നത്. സകല ജഡത്തിന്റെ മേലും ദൈവം യേശുവിന് അധികാരം നൽകിയിരിക്കുന്നു. പ്രാർത്ഥിക്കുക, യേശുവിനോട് പ്രാർത്ഥിച്ചോ, ധൈര്യമായി പറഞ്ഞു, കർത്താവേ ഈ വചനം വെച്ച് സകല ജഡത്തിന് മേലും നിനക്കാണ് അധികാരമെങ്കിൽ കർത്താവ് എൻ്റെ ഇന്ന വിഷയത്തിൽ, ഈ വിഷയത്തിൽ അവരോട് ഇടപെടണം, അവരുടെ ഉള്ളത്തോട് ദൈവം സംസാരിക്കണം, എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണം. നിങ്ങൾ വിശ്വസിച്ചു പ്രാർത്ഥിച്ചോ, കർത്താവ് അത്ഭുതം ചെയ്ത് കാണാൻ പറ്റും. ഇങ്ങനെ വേണം ചിന്തിക്കാൻ. അല്ലാതെ അയ്യോ അവരൊക്കെ വേറെ ആളുകളാ, അവർ സേവിക്കുന്ന ദൈവം നമ്മൾ സേവിക്കുന്ന ദൈവം അല്ലല്ലോ, അങ്ങനെയല്ല ഇങ്ങനെയല്ല ചിന്തിക്കണ്ട. സകലരുടെ മേലും യേശുവിന് അധികാരമുണ്ടെന്നേ. ഇനി മനുഷ്യന്റെ മേൽ മാത്രമല്ല, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അത് വിശ്വസിച്ചോ. മാറ്റാൻ പറ്റുമോ? ദൈവം മാറ്റും. ദൈവം മാറ്റുമെന്നേ. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അവൻ അധികാരമുള്ളവനാ. യേശു താൻ ജനിക്കുന്നതിന് മുമ്പേ പ്രവാചകൻ പറഞ്ഞൊരു വാക്ക്, യേശുവിനെ കുറിച്ച് പറയാണ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. യെശയ്യാ 9:6. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. ആരാ? യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക. ആധിപത്യം അവന്റെ കയ്യിലാണ്. കൊലോസ്യർ 2:15 വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി, അവരെ പരസ്യമായ കാഴ്ചയാക്കി. യെസ്, ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന യേശുക്രിസ്തുവിന് സകലത്തിന്റെ മേലും, എല്ലാ വാഴ്ചകളുടെ മേലും, എല്ലാ അധികാരങ്ങളുടെ മേലും അവന് ശക്തിയുണ്ട്, അധികാരമുണ്ട്. അവയെ ആയുധവർഗം വെപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൊ അവയ്ക്കൊക്കെ അധികാരവും വാഴ്ചയും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ആ അധികാരം മുഴുവൻ യേശുവിനായി മാറി. പ്രായശ്ചിത്ത ബലി എന്ന് പറഞ്ഞ വില കൊടുത്തു കഴിഞ്ഞപ്പോൾ മുഴുവൻ അവൻ്റെതായി മാറി. ഹല്ലേലൂയ. ഫിലിപ്പിലേഖനം 2:10-11 വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്, ക്രൂശിലെ മരണത്തോളം യേശു അനുസരണമുള്ളവനായി തീർന്നപ്പോൾ, അതാ എഴുതിയിരിക്കുന്നത്. ക്രൂശിലെ മരണത്തോളം ദൈവരൂപത്തിലിരുന്ന യേശുക്രിസ്തു, ദൈവത്തോടുള്ള സമത്വം ഉണ്ടായിരുന്ന യേശുക്രിസ്തു എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ സമത്വം ഉണ്ടായിരുന്നവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ഇറങ്ങി താണ് വന്നപ്പോൾ, അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ ദൈവം അവനെ ഉയർത്തി.
അല്ലേ? ദൈവം അവനെ ഉയർത്തി സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ആമേൻ. അത് സ്വർലോകരുടെയും. സ്വർഗത്തിൽ ആരാ ഉള്ളത്? ദൂതന്മാരുണ്ട് അല്ലേ? ഇനി സ്വർലോകങ്ങളിൽ ആരൊക്കെയാ? ദുഷ്ടാത്മസേനകളൊക്കെ ഉണ്ട്. ഭൂലോകർ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്, മറ്റ് ജീവജാലങ്ങളുണ്ട്. അധോലോകരാരൊക്കെയാ? പാതാള ശക്തികളുണ്ട്. എല്ലാറ്റിൻ്റെ പേരും അധികാരമുള്ളവൻ യേശുക്രിസ്തു. നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങളുടെ കൊച്ചു വിഷയത്തിലും അവൻ ഇടപെടും. അത് ഏത് പൈശാചിക ബന്ധനമാണെങ്കിലും കാലപ്പഴക്കമുള്ള ശാപമാണെങ്കിലും യേശുക്രിസ്തുവിനെ അഴിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. യേശുവിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയവുമില്ല. അവന് സകലത്തിൻ്റെ മേലും അധികാരം. ഹല്ലേലൂയ. അത് വിശ്വസിക്കുക. അവൻ അത്ഭുതങ്ങളെ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ആ അധികാരം നിങ്ങളിൽ വെളിപ്പെടട്ടെ. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് സകലതും യേശുവിൻ്റെ കാൽ കീഴാക്കി വെച്ചു. അവൻ്റെ ശരീരമായ സഭയ്ക്ക് അധികാരം കൊടുത്തു. എനിക്കും നിങ്ങൾക്കും ദൈവം അധികാരം തന്നു സകലത്തെ കാൽ കീഴാക്കാൻ. പറയണം, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗശക്തി എൻ്റെ കാൽ കീഴാകട്ടെ, ആ കടഭാരം എൻ്റെ കാൽ കീഴാകട്ടെ. അത് എൻ്റെ തലയിൽ കയറി എന്നെ വാഴുകയല്ല. ആ നിരാശ, ആ ഭാരം യേശുവിൻ്റെ നാമത്തിൽ അത് കാൽ കീഴാകട്ടെ, കാൽ കീഴാകട്ടെ. ആമേൻ. പ്രിയ കർത്താവേ, അവിടുത്തെ നാമത്തിൻ്റെ അധികാരം, അവിടുന്ന് സർവശക്തിയുള്ള ദൈവം, സകല ജഡത്തിൻ്റെ മേലും, സ്വർലോകരുടെ മേലും ഭൂലോകരുടെ മേലും അധോലോകരുടെ മേലും അധികാരമുള്ള ദൈവം, സകല സൃഷ്ടികളുടെ മേലും അവിടത്തേക്ക് അധികാരം. അങ്ങയുടെ അധികാരത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നം എൻ്റെ യേശുവിൻ്റെ കാൽ കീഴാണ്, അവിടുത്തെ അധികാരത്തിൻ്റെ കീഴിലാണ്. കർത്താവെ, ഞങ്ങൾക്ക് അനുകൂലമായി അവിടുത്തെ പ്രവർത്തിക്കും. ഈ വചനം കേൾക്കുന്നവരിൽ ആമേൻ, അവർ ഭയപ്പെടുന്ന, ഭീതിപ്പെടുന്ന, ഭാരപ്പെടുന്ന അവരുടെ വലിയ വിഷമം യേശുവിൻ്റെ കാൽ കീഴിരിക്കുന്നല്ലോ. സകലത്തെ കാൽ കീഴാക്കി അതിന് പരിഹാരം തരുന്നവൻ ഈ മക്കളുടെ വിഷയത്തിൽ അത്ഭുതങ്ങളെ ചെയ്യണമേ. ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഒരു ജയമെന്ന് ഞങ്ങൾ കാണും. ദൈവത്തിൻ്റെ അത്ഭുതം ഞങ്ങൾ കാണും. കർത്താവ് അത്ഭുതം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടപിശാചിന്റെ ഒരു തന്ത്രവും ഫലിക്കില്ല. ദൈവത്തിൻ്റെ അത്ഭുതത്തെ ഞങ്ങൾ കാണും. കർത്താവ് അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പതിവ് പോലെ ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യുമല്ലോ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വിക്ടോറിയസ് ഡേ.